യേശുവേ പാദം കുമ്പിടുന്നേ യേശുവേ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിൻ മകനാക്കുവാൻ നിൻ മകൾ നീക്കുവാൻ നിൻ മഹിമവേളിഞ്ഞോ ഭൂതാനം വെന്തൊഴുകും ഭാരതങ്ങൾ മറയും ഭൂതാനം വെന്തൊഴുകും ഭാരതങ്ങൾ മറയും അന്നോവൻ യേശുവേ അൻപിൻ കരങ്ങളിൽ സാധു ഞാൻ വിശ്രമിക്കും എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 32ാമത്തെ സങ്കീർത്തനം വായിച്ച് കർത്താവിന്റെ പാദത്തിലായിരിക്കാം. 32ാമത്തെ സങ്കീർത്തനം. എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ ഒന്നുമേ സർഗമലിഗന്ധം മാറ്റുവാൻ എന്തൊരു ഭാഗ്യമിത്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും
കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർക്കഴുതയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാവുകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പിൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ച് ഉല്ലസിപ്പിൻ. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കൃപയാൽ ഞങ്ങളെ ഇതുവരെയും നടത്തിയ ദൈവം ഇന്ന് ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാമത്തെ ദിവസവും ഞങ്ങളെ കർത്താവ് കൂട്ടിവരുത്തി ആരാധിപ്പാൻ കർത്താവ് ശക്തി നൽകി, ആലോചന നൽകി ഇത്രത്തോളം ഞങ്ങൾ നടത്തിയല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു. നീ തൃക്കരങ്ങളിലേക്ക് അടിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ തിരിച്ചു വഴി നടത്തിക്കൊള്ളണം. കർത്താവ് തന്നെ ഞങ്ങൾക്ക് നാഥനും നടത്തിക്കുവാനുമായിരിക്കണം. കർത്താവ് കടന്ന ജനത്തിനായി സ്തോത്രം. എല്ലാം നമ്മൾക്കായി വീണ്ടും കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ദൈവജനത്തിനും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നമ്മെ പരിപാലിച്ചു. വീണ്ടും നമ്മെ ആരാധനയ്ക്ക് വേണ്ടി കർത്താവ് കൂട്ടുവരുത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയിൽ ദൈവവുമായിട്ടൊരു ബന്ധം ഉറച്ചു കിട്ടുന്നതായ അനുഭവത്തെ നമുക്ക് നൽകുമാറാകട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ ആരാധനയെക്കുറിച്ച് നമ്മൾ പല വശങ്ങളും പഠിച്ചിട്ടുണ്ട്, ഗ്രഹിച്ചിട്ടുണ്ട്. ഒരൊറ്റ കാര്യം മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ ആരാധനയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. അതായത് പൂർണ്ണ മനുഷ്യനായ ആദ്യ മനുഷ്യനായ ആദാമിന് പാപത്താൽ നഷ്ടപ്പെട്ടു പോയ ആ 3 ഭാഗങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടിയാൽ അന്ന് നമ്മുടെ ആരാധന ഫലവത്തായി തീർന്നു. അന്ന് നമ്മൾ ലക്ഷ്യങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അത് കിട്ടുന്നത് വരെയും വിശപ്പുള്ളവനാണ് ആത്മാവിൽ ദരിദ്രൻ. അവനുള്ളതാണ് സ്വർഗരാജ്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വർഗരാജ്യം. എന്താണ് അവരുടെ ദാരിദ്ര്യം? എന്താ അവരുടെ ദാരിദ്ര്യം? എന്ന് തീരും. കുറച്ച് വചനം പഠിച്ചപ്പോൾ ദാരിദ്ര്യം തീർന്നു. കുറച്ച് ആത്മീയമായ അഭിവൃദ്ധി വന്നപ്പോൾ ദാരിദ്ര്യം തീർന്നു. അതൊക്കെ അങ്ങനെ തീരുന്നവരുണ്ട്. ഗുരുത്തി ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്ന പോലെ ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തരായി തീർന്നു. ലോകത്തിൽ വെച്ച് തന്നെ തൃപ്തരായി തീരുന്നവരുണ്ട്. അവരുടെയൊക്കെ ഓട്ടം അതോടുകൂടി തീർന്നു. എന്നാൽ അങ്ങനെയല്ല. ഇന്നും ദൈവത്തിൻ്റെ ജനത്തിന് ദാരിദ്ര്യം തീർന്നിട്ടില്ല. അവരുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് അങ്ങനെ തീരുന്നതുമല്ല. പിന്നെന്താ? കർത്താവിൻ്റെ മുഖപ്രകാശം, കർത്താവിൻ്റെ പുത്രത്വത്തിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ വിശുദ്ധാത്മാവ്, ഇവ നമുക്ക് എന്നേക്കും അവകാശമായി കിട്ടുന്ന സമയം. നമ്മൾ ഈ കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ആധാരമായി ദൈവത്തിൻ്റെ മഹത്വം വരുന്ന ഒരു സമയമുണ്ട്. അതോടുകൂടിയാണ് നമ്മുടെ ദാരിദ്ര്യം തീരുന്നത്. അതുകൊണ്ടൊന്നും ആരാധനയിലും നമ്മൾ കർത്താവിൻ്റെ സങ്കീർത്തനക്കാരൻ 43-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ന്. അതാണ് പ്രശ്നം. നീതിയുള്ള ഒരു മനുഷ്യൻ്റെ പ്രത്യേകതയാണ് അവൻ തൻ്റെ പ്രാണൻ്റെ അവസ്ഥ അറിയും. തൻ്റെ പ്രാണൻ ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു, അതെന്താണ് കാക്ഷിക്കുന്നതെന്ന് അറിയുന്നവനാണ് നീതിമാൻ.
എപ്പോഴും നോക്കിയാൽ എല്ലാ മനുഷ്യരും ഭൂമിയുടെ അറുതുകളിലേക്ക് നോക്കും. നീതിമാനോ സ്വന്തം പ്രാണനിലേക്ക് നോക്കും. ഭൂമിയുടെ അറുതുകളിലേക്കെല്ലാം നോക്കി ലോകത്തിൽ നിന്ന് മുഴുവൻ നടന്ന് പല കാര്യങ്ങളും ലഭിക്കാനായിട്ട് നടക്കും. പക്ഷെ അതൊന്നും ഫലവത്താകുകയില്ല. ഒറ്റ കാര്യം മതി, തൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. നോക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്നത് അറിഞ്ഞാൽ മതി. പക്ഷെ അത് മനുഷ്യൻ ഗണ്യമാക്കുകയില്ല. താൻ ഏത് തീരുമാനം എടുക്കുമ്പോഴും താൻ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിലേക്ക് ഒരു നോക്കിയാൽ മതി. അത് ശുഭമായിരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. കർത്താവ് അതിനെ ശുഭമാക്കി തന്നതാണ്. ശുഭമാക്കി തന്നതിന് ശേഷം ഗായോസിനോട് പറഞ്ഞതാണ്, എന്താ പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കും പോലെ നീയും സകലത്തിലും ശുഭവും ശുഭമായിരിക്കും. അപ്പം നീ എന്ന് പറയുന്നത് നിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് അത് പറഞ്ഞു കൊടുത്തിരിക്കുക. ഈ മണ്ഡലവും ആ മണ്ഡലവും രണ്ടാണ്. ആ മണ്ഡലത്തിൽ എന്താ നടക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ പാടില്ല. അങ്ങനെ ഒരു മണ്ഡലം ഉണ്ട് എന്നും അത് നമ്മൾ അറിഞ്ഞിരിക്കണമെന്നും പഠിപ്പിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസം. അതിലേക്ക് നോക്കിക്കൊണ്ട് വേണം ഓരോ കാര്യങ്ങളുടെയും പ്രവൃത്തി. അത് ശുഭമായിരിക്കുന്നുവെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ അതിൻ്റെ ശുഭത നോക്കാതെ സ്വന്തം വഴിക്ക് പോകുന്നവൻ അപകടത്തിൽപ്പെടും. ഇവിടെയാണ് സങ്കീർത്തനക്കാരൻ്റെ പ്രത്യേകത. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവേ എൻ്റെ പ്രാണൻ ഇത് ചെയ്യുന്നില്ല, അടങ്ങുന്നില്ല. പക്ഷെ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. എന്ത് പറഞ്ഞാൽ മതി? എൻ്റെ ആത്മാവ്, എൻ്റെ ഉള്ളിൽ എൻ്റെ പ്രാണൻ കിടന്നുകൊണ്ട് വെപ്രാളപ്പെടുക. ഞാൻ എത്ര പറഞ്ഞിട്ടും അടങ്ങുന്നില്ല. നീ ഒരു കാര്യം ചെയ്താൽ മതി, അത് അടങ്ങും. എന്ത് ചെയ്താൽ മതി? സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ നിന്റെ മുഖപ്രകാശ രക്ഷയാവുമെന്ന് എൻ്റെ പ്രാണനോട് പറയണം. കർത്താവ് പറഞ്ഞാൽ മതി, ഞാൻ നിന്റെ മുഖപ്രകാശ രക്ഷയാന്നൊരു വാക്ക് പറയാതെ ഇത് അടങ്ങില്ല. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ ആ പ്രാണനുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മെ തന്നെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകുന്നതിൽ ഒരു അപകടം വരില്ല. അമ്മയുടെ അടുക്കൽ മുലകൂടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകൂടി മാറിയതുപോലെയാവും. മുലകൂടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കഴിക്കും? ആത്മീയാഹാരം എന്ന് പറഞ്ഞാൽ പോരാ, പാല് കുടിക്കും. ഒരു ദൈവത്തിൻ്റെ വചനം പാലായി തീരണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പഠിച്ചിട്ടുള്ള 5 കാര്യങ്ങളങ്ങ് മാറ്റണം. ഏതൊക്കെയാ? അസൂയ, നുണ, ദുഷ്ടത, അങ്ങനെയുള്ള 5 കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ, അതിന് മാറ്റിയതിന് ശേഷം ഈ വചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തായിട്ടാണ് ലഭിക്കുന്നത്? അപ്പോൾ ആ 5 കാര്യങ്ങളൊക്കെ നീക്കിയതിന് ശേഷം ഇത് വായിച്ച് അല്ലെങ്കിൽ ഇത് പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാണൻ എങ്ങനെയായി? ഒരു അമ്മയുടെ അടുക്കൽ മുലകൂടി മാറി ഉറങ്ങുന്ന പൈതൽ എന്നപോലെ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? പ്രാണൻ സ്വസ്ഥമായിട്ടിരിക്കും. ഇത് പരിചയമാണ്. ഇത് നമ്മൾ വെറും പറഞ്ഞാൽ കിട്ടുന്നതല്ല. അത് ദൈവത്തിൻ്റെ വചനപ്രകാരം മനുഷ്യൻ പ്രാപിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ ദിനംപ്രതി മുമ്പോട്ട് പോകുന്നവൻ ഒരു പ്രശ്നമില്ല. അവൻ ഇസ്രായേലിനാണ്. അവൻ്റെ പ്രാണൻ ചഞ്ചലിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴറിയാം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ സന്ദർശന ദിവസം പലരും അറിയുന്നില്ല. കർത്താവാണോ വന്നത്, കർത്താവാണ് എന്നോട് സംസാരിച്ചത്, ഇതൊന്നും അറിയുന്നില്ല. പക്ഷേ ഈ ഒരൊറ്റ കാര്യം ഉണ്ടെങ്കിൽ മതി, കർത്താവാണ് സന്ദർശിച്ചതെങ്കിൽ അവൻ്റെ പ്രാണൻ അത് അറിഞ്ഞിരിക്കും. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാണ്. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം നമുക്ക് പല പ്രാവശ്യം ശുശ്രൂഷിച്ചിട്ടുള്ളതാണ്. 32-ാം സങ്കീർത്തനം പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. വാക്യേതാ? ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടി. അപ്പൊ ഏറ്റവും ആദ്യത്തെ പാപം ഏതാണ്? ലംഘനമാണ്. മാനവരാശിയുടെ ഏറ്റവും ആദ്യത്തെ പാപം ഏതാണ്? ലംഘനമാണ്. ലംഘനം അല്ലെങ്കിൽ അനുസരണക്കേടാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടുന്ന. പാപം മറയ്ക്കുന്ന വിധം 2 വിധമുണ്ട്. ഒന്ന്, ചെയ്ത പാപം മനുഷ്യൻ മറയ്ക്കും. 2, ദൈവം മറയ്ക്കും. ദൈവം മറച്ചാൽ അവൻ
ഭാഗ്യവാനാണ്. തന്നെത്താൻ മറിച്ചാലോ, തന്നെത്താൻ മറിച്ചു കഴിഞ്ഞാൽ ന്യായ രീതിയിൽ അകപ്പെടും. അതാണ് 32-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യം ഒന്നുകൊണ്ട് പൊരുന്നതാണ്. അപ്പോൾ പാപം ചെയ്തു കഴിഞ്ഞാൽ അതിനെ മറയ്ക്കാം. എങ്ങനെ നമുക്ക് മറയ്ക്കാം? ദൈവം അത് മറിച്ചു തരും. ദൈവം അതങ്ങ് മായ്ച്ചു തരും. കാരണം ഇത് നോക്കി നടക്കുന്ന ഒരാളുണ്ട്, ശത്രു. നമ്മുടെ പാപം എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് നോക്കി നടക്കുന്നത്. അതെവിടെ നോക്കിയാൽ കാണും? ഒരു മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്താലും അത് അവൻ്റെ ഹൃദയത്തിൽ അതിൻ്റെ അടയാളമായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എൻ്റെ അകൃത്യങ്ങളെ മായ്ച്ചു കളയണം. അതെവിടെ എഴുതിയിട്ടുണ്ട്? ഹൃദയത്തിൽ എഴുതി. അത് എഴുതി വെച്ചിരിക്കുക. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അറിയില്ല, പക്ഷെ അപ്പോൾ തന്നെ ഹൃദയത്തിൽ എഴുതുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് ഏതാ? യഹൂദയുടെ പാപം എവിടെയൊക്കെ എഴുതിയിരിക്കുന്നു? യഹൂദന്റെ പാപം, ഇസ്രായേലിന്റെ പാപമല്ല, ജാതികളുടെ പാപമല്ല, യഹൂദന്റെ പാപം എവിടെ എഴുതി വയ്ക്കും? പ്രധാനമായിട്ട് എല്ലാവരും എഴുതും. ഇവിടെ തന്നെ 3 പ്രാവശ്യം പറഞ്ഞിട്ടില്ല ന്യായപ്രമാണത്തിൽ. ഈ 17:1 യിരെമ്യാവ്. കർത്താവ് എവിടെ എഴുതി വെച്ചേക്കുന്നു? അപ്പൊ അതെന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് എഴുതണേ? നമ്മൾ ഈ കടപ്പുറത്തൊക്കെ ചെല്ലുമ്പോൾ കൈകൊണ്ട് എഴുതും, മണലില്. ഒരു തിര വരുമ്പോഴത്തേക്ക് മാഞ്ഞു. ഇത് അതുകൊണ്ടല്ലേ എടുത്തത്? അതുകൊണ്ടാ ഇരുപ്പെഴുത്താണി കൊണ്ടാ. അതാണ് ദൈവത്തിൻ്റെ ജനം. ദൈവത്തിൻ്റെ ജനം ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അത് ഇരുമ്പെഴുത്താടി കൊണ്ട് ഹൃദയത്തിൻ്റെ മാംസപ്പലകയിലിട്ടു, പിന്നെ അതവിടെ കിടക്കും. ഇത് മാഞ്ഞു പോകുന്നത് എപ്പോഴാണ്? എപ്പോഴാണ് ഇത് സാധാരണ ഇത് അന്വേഷിച്ച് നടക്കുക? യിരെമ്യാ പ്രവചനം തന്നെ 50:20 പോകുന്നുണ്ട്. അതെ, 20, 50:20. ഞാൻ ശേഷിച്ചിരിക്കുന്നവരോട് ക്ഷമിക്കാൻ. ദൈവം എന്ത് ചെയ്തു? അവരുടെ പാപം ക്ഷമിച്ചു തന്നെ മറച്ചു. ക്ഷമിച്ചതുകൊണ്ട് ഇത് അകത്തെ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ്. അതാണ് അത് മനുഷ്യരിൽ കുറെ പേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ കുറ്റം അന്വേഷിക്കുക, മറ്റുള്ളവരുടെ പാവം തന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്, നന്മ അന്വേഷിക്കില്ല. ഇതുപോലെ സ്ഥിരമായിട്ട് അന്വേഷിച്ച് നടക്കുന്ന ആളാണ് സാത്താൻ. അപ്പോൾ നമ്മുടെ തെറ്റ് ഏതാണെന്നുള്ളത്, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അവൻ കുറിച്ച് വയ്ക്കും. അത് മുദ്രയിട്ട് കുറിച്ച് വെച്ചതിന് ശേഷം അവൻ തക്ക സമയത്ത് അതിനെ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് അവൻ്റെ മേലെ അവകാശം പറയാനായിട്ട് വരും. അവകാശം പറയാനായിട്ട് വരുമ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. കാരണം എന്താ? ആ കൃത്യം എന്തുകൊണ്ടാണ് എഴുതുന്നേ? ഇരുമ്പെഴുത്താണ് കൊണ്ട് എഴുതും. അത്രയും തീർത്ത് എഴുതിയത് സാധാ വന്ന് നോക്കിയപ്പോൾ കാണുന്നില്ല. കാരണം എന്താ? എന്ത്? കർത്താവ് ക്ഷമിച്ചു. ആ വാക്യമാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, അവനാണ് ആര്? ഭാഗ്യവാൻ. അവനാണ് ഭാഗ്യവാൻ. അപ്പോൾ നമ്മൾ ആ വാക്യം ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മൾ യഥാർത്ഥ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയവൻ. പാപം മറയ്ക്കുന്നത് ആരൊക്കെ പറയും? ദൈവവും മറയ്ക്കും, മനുഷ്യൻ മറയ്ക്കും. ദൈവം മറയ്ക്കണമെങ്കിൽ ഈ പാട്, മനുഷ്യൻ ചെയ്യുന്ന അകൃത്യം എവിടെ പാട് വരും? ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ. എന്തുകൊണ്ട്? ഇരുമ്പെഴുത്താണ് കൊണ്ട്. അത് അന്വേഷിച്ച് നടക്കുക. ആരന്വേഷിച്ച് നടക്കുക? ദുഷ്ടൻ അന്വേഷിച്ച് നടക്കുക. ഹൃദയത്തിൽ അകൃത്യത്തിൻ്റെ പാടുണ്ടെങ്കിൽ അതെവിടെ വെളിപ്പെടും? മുഖത്ത് നോക്കിയാൽ അറിയാം.
അവൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടറിയാം. കാരണം ആ മുഖത്തിൻ്റെ ഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ അഹംഭാവം അവൻ്റെ മുഖത്ത് പ്രതിഫലിക്കുന്നു. അവരുടെ മുഖം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കും. നമ്മളിവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ ആരാണെന്നുള്ളത് ദൈവത്തെ പഠിപ്പിക്കേണ്ട. നമ്മുടെ മുഖം നോക്കിയാൽ മതി. മുഴുവൻ നമ്മൾ ആരാണെന്നുള്ളത് മുഴുവനും നമ്മുടെ ഹൃദയത്തിലുള്ളത് മുഖത്തുണ്ട്. അത് ദൈവം നോക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് അതിന് ഏതെങ്കിലും തരത്തിലുള്ള അപകടം വരുത്താൻ വേണ്ടിയിട്ട് ശത്രു വരിക. ആ ശത്രു വരുന്നതിനെയാണ് നമ്മൾ ന്യായവിധി എന്ന് പറയുന്നത്. ന്യായവിധി എന്ന് 12 സങ്കീർത്തനത്തിൽ ന്യായവിധിക്ക് എന്താ എഴുതിയിരിക്കുന്നത്? എന്താ എഴുതി? മനുഷ്യൻ അകൃത്യം ചെയ്തത്, തെറ്റ് ചെയ്തത് ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു. ഏത് പുറപ്പെട്ടു കഴിഞ്ഞു? ന്യായവിധി പുറപ്പെട്ടു കഴിഞ്ഞു. അതാണ് പറഞ്ഞത്, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3ാമത്തെ തലമുറ വരെയും സന്ദർശിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. എന്ത് പുറപ്പെട്ടു? ന്യായവിധി പുറപ്പെട്ടു കഴിഞ്ഞു. അതിന് 12 സങ്കീർത്തനത്തിൽ അത് എവിടെ എഴുതിയേക്കണേ? പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ, അതായത് പെരുവെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? പെരുവെള്ളം ഏതാ? നോഹയുടെ കാലത്തുള്ള ആണ് ഏറ്റവും വലിയ പെരുവെള്ളം. ആ പെരുവെള്ളം എന്തായിരുന്നു? ന്യായവിധിയായിരുന്നു. പെരുവെള്ളത്തിനാണ് ഇത് പറയുന്നത് ന്യായവിധി. അത് അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. പാപം ചെയ്ത് ഹൃദയത്തിൽ ഈ അകൃത്യം അടയാളത്തിൽ ഇരുമ്പെഴുത്ത് കാണുകൊണ്ട് എഴുതിയപ്പോൾ തന്നെ അത് പുറപ്പെട്ടു കഴിഞ്ഞു. അത് അവിടെ നിന്ന് പുറപ്പെട്ട് ഈ ചെയ്തവന്റെ മേൽ വരാൻ പോവാ. എന്നാൽ അതിനു മുമ്പ് കർത്താവിന്റെ വചനം പറയുന്നത് കർത്താവ് എന്ത് ചെയ്തു? ക്ഷമിച്ചതോടുകൂടി പോയിരിക്കാൻ അവിടെ. ക്ഷമിച്ചതോടുകൂടി പിന്നെ ഹൃദയത്തിൽ അത് നോക്കിയാൽ കാണാതോ കർത്താവ്. അത് കഴിഞ്ഞിട്ട് പെരുവെള്ളം വന്നു. പെരുവെള്ളം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു കാര്യം നോക്കിയിട്ട് കാണുന്നില്ല. എവിടം വരെ വന്നു? പെരുവെള്ളം എവിടം വരെ വന്നു? തെറ്റ് ചെയ്തവന്റെ എവിടം വരെ വന്നു? അവന്റെ അടുക്കലോളം എത്തി. പെരുവെള്ളം അവന്റെ അടുക്കലോളം പെരുവെള്ളം കവിഞ്ഞു വരും. പക്ഷെ എവിടെ വരെ വരില്ല? അടുക്കലോളം തന്നെ തൊടില്ല, എൻ്റെ അടുത്ത് വരും. അതാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. ദാവീദ് തെറ്റ് ചെയ്തതിന് ശേഷം തെറ്റ് ചെയ്തപ്പോൾ തന്നെ ഇത് പുറപ്പെട്ടു കഴിഞ്ഞു. ആ ന്യായവിധി അനുഭവിച്ചേ പറ്റുള്ളൂ. കാരണം ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം നീതിയും ന്യായവും. അതില്ലാതെ പറ്റില്ല. അത് പുറപ്പെട്ടു വന്നു. പക്ഷെ അതിനു മുമ്പ് കർത്താവ് ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവനെ പല വിധത്തിൽ നടത്തുക. എന്തൊക്കെ കർത്താവ് ചെയ്തു? നാഥാൻ പ്രവാചകനെ പറഞ്ഞു വിട്ടു മാത്രം ചെയ്തോളാം അല്ല. എന്തൊക്കെ ചെയ്തു? അതിനു മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയാവോ? ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ആകെ മാറ്റമാണ്. അവൻ മാനസാന്തരപ്പെട്ടപ്പോൾ അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, കർത്താവേ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാണ്. അപ്പൊ ഇപ്പൊ ഈ കേട്ടോണ്ടിരിക്കുന്ന മുഴുവൻ എന്താ? ഈ തെറ്റ് ചെയ്ത പിന്നെ മുഴുവനും വാർത്ത ഏതാ? ഏറ്റവും ഹൃദയം തകർന്നു പോകുന്ന വാർത്തകളാണ് കേട്ടോണ്ടിരിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ പൈതൽ തെറ്റിക്കഴിഞ്ഞാൽ, ദൈവത്തിന്റെ മക്കൾ തെറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അയക്കുന്നതാണ്. ഏറ്റവും ആദ്യം അയക്കുന്നതാണ് വാർത്തയായി. കാരണം കഠിന വർത്തമാനം ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ദൈവം മുൻകണ്ടിട്ടുള്ള ഒരു ദൈവത്തിന്റെ മക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ബാക്കി എല്ലാറ്റിനേക്കാളും കൂടുതൽ അവരെ ശിക്ഷിക്കപ്പെടുന്നത് അവരെ ശാസിക്കുമ്പോൾ, വാക്ക് പറയുമ്പോഴാണ്, വചനം അയച്ചാണ്. അപ്പോൾ ദൈവം കണ്ടിട്ടുള്ള ആളാണ്, മുൻ നിശ്ചയിക്കുന്ന ആളാണെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ 10 പ്രാവശ്യം വലിയ ചാട്ട കൊണ്ട്
പുറത്തിന് അടിക്കുന്നതിനേക്കാൾ വലുതാണ് ആത്മാവിൽ ഒന്ന് ശാസിച്ചാൽ. വാർത്ത കേട്ട് കഴിഞ്ഞാൽ തകർന്നു. ദൈവം ആദ്യം ചെയ്യുന്നതാണ്. അത് ദൈവം ആദ്യം ചെയ്യുന്നതാണ്. ഇത് സാധിക്കാതെ വരുമ്പോഴാണ് പിന്നെ വീട്ടിലേക്ക് കയറുന്നത്. പിന്നെ വാക്കുകൾ കേട്ട് മാനസാന്തരപ്പെടാൻ തയ്യാറല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ദൃഷ്ടിക്ക് കാണാം. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അതിനൊരു ക്രമീകരണമൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് വന്നു. അവിടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചെറിയൊരു കുട്ടി, ആ കുട്ടി ഒരു ഇതിൽ വെച്ച് ഒരു കമ്പ് വെട്ടിക്കൊണ്ടിരിക്കുക, നല്ല മൂർച്ചയുള്ള കത്തിക്കൊണ്ട്. ഒരു വെട്ടിയിട്ട് ഈ ചൂട് വരില്ല. സ്വന്തം കണ്ണിന് ഇത് കണ്ടോണ്ട് നിൽക്കാം. പിന്നെ അവിടെ കണ്ട കാഴ്ചയെന്ന് പറയുന്നത് അദ്ദേഹം അവിടെ അത്ര ഭയങ്കരമായ ആ സമയത്ത് തന്നെ ക്രമീകരണം വന്നുള്ളതാണ്. ഏറ്റവും ആദ്യമേ കർത്താവ് ചെയ്യും. എന്ത് ചെയ്യും? ഒരിക്കലും ഹൃദയം തകർന്നു പോകുന്ന വാക്കുകളായിരിക്കും. അതിലും മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ തന്റെ ദൃഷ്ടിക്ക് തന്നെ പലതും കാണും. അത് അപ്പം തന്നെ ചിന്തിക്കണം. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സന്തോഷവും ആനന്ദവുമാണല്ലോ, വേറൊരു കാര്യവും എനിക്ക് കേൾക്കാൻ തോന്നിട്ടില്ല. കാരണം ഇങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം പ്രത്യേകിച്ചൊരു ക്രമീകരണം നൽകും. എന്താണെന്നറിയാമോ? ഇവര് വിശ്വാസം കേൾവിയാലും കേൾവി വചനത്താലും വരുന്നു എന്നുള്ളതുപോലെ ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ ഹൃദയം രൂപമാറ്റം വരുന്ന ഒരവസ്ഥയിലാണ് ദൈവത്തിൻ്റെ മക്കളെ കർത്താവ് വളർത്തിയെടുക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പാത്രം മണ്ണ് കുഴച്ചു വെച്ച്, ഒരു പാത്രത്തിൽ ഗോതമ്പ് പൊടി കുഴച്ചു വെച്ച്, ഒരു പാത്രത്തിൽ വെണ്ണ വെച്ച്, എന്നിട്ട് ഇവിടുന്ന് ഫാനിട്ട് മണ്ണിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. ഗോതമ്പ് പൊടിക്കോ? അതിന് വ്യത്യാസം വരും. ആർക്ക് വ്യത്യാസം വരും? വെണ്ണയ്ക്ക് വ്യത്യാസം വരും. എന്ന് വെച്ചാൽ അതാണ് ചെറുപ്പം മുതലേ അതിൻ്റെ ബാല്യത്തിൽ ദൈവം ഒരുക്കുന്നത് അങ്ങനെയാണ്. നുറുക്കി 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 പൊടിച്ച് അവനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും രൂപപ്പെടുത്താൻ തക്കവണ്ണമാണ് ഒരു ദൈവത്തിൻ്റെ പൈതലിനെ ദൈവം ഒരുക്കിയെടുക്കുന്നത്. അപ്പം അവിടെ നിന്ന് നമ്മൾ പറഞ്ഞ പോലെ ഇടിക്കാൻ വയ്ക്കാൻ വേണ്ട, ഒരൊറ്റ ഊതൽ ഊതിയാൽ മതി. എന്ത് വ്യത്യാസം വന്ന്? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നവനാണ് പറഞ്ഞിരിക്കുന്നത്, നീ കർത്താവ് വിളിച്ചു കഴിഞ്ഞപ്പോൾ വള്ളവും വലയും വിട്ട് ഒറ്റ വചനം മതി, എട്ടാമതൊന്നും വേണ്ട. അതുകൊണ്ടാണ് ബാക്കിയുള്ളതെല്ലാം അടച്ചു വെച്ചിരിക്കുക. അവരാണ് സഭ. സഭയായിട്ട് വരുന്നവർ അവരാണ്. അതുകൊണ്ട് തന്നെ അവർ തെറ്റിക്കഴിഞ്ഞാൽ കർത്താവിനറിയാം. ബാക്കിയുള്ളവരില്ല. ലോകജാതികളാണെങ്കിൽ ജാതിയായ ഒരു മനുഷ്യനാണെങ്കിൽ ഈ ലോകം മുഴുവൻ നശിച്ചെന്ന് പറഞ്ഞാൽ, ഏത് നിരപരാധിയുടെ ദുഃഖം പറഞ്ഞാൽ അവനൊരു പ്രശ്നമില്ല. ആ ലോകം അതാ, നമ്മളെന്ത് ചെയ്യാനാ? ഇത്രയും പറഞ്ഞും കഴിയും. പക്ഷേ ഒരു നിരപരാധിയുടെ ദുഃഖത്തിൽ ഒരു വാർത്ത ചെറുത് കേട്ടാൽ മതി, അപ്പോൾ തന്നെ ഇത് പോയാൽ തുടങ്ങും. ഈ ഒരു കൂട്ടരുമാണ്. അതാണ് ദൈവം കണ്ടവരെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ ഉള്ളിലേക്ക് ക്രിസ്തു പ്രവേശിക്കാൻ സാധിക്കും. അത് പൂർവ്വകാലം മുതൽ പറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ആ മർമ്മമോ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരു കൂട്ടത്തെ മെനഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്ത്യകാലത്ത് കർത്താവ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രദ്ധയോടെ കേട്ട് ദൈവത്തിൻ്റെ വചനത്തികൾ നമ്മൾ രൂപാന്തരപ്പെടണം. ഇല്ല എങ്കിൽ അത് കർത്താവ് ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് നമ്മൾ എത്തിച്ചേരുകയില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് വർത്തമാനം കേൾക്കാൻ തുടങ്ങി. ദുർവർത്തമാനം, ഒരു മാറ്റവും ഇല്ല. പല കാര്യങ്ങളും തൻ്റെ മുമ്പിൽ കണ്ടു, ഒരു മാറ്റമില്ല. ദാവീദ് മാനസാന്തരപ്പെടാൻ തയ്യാറില്ല. കർത്താവ് സദൃം. എന്നാൽ അവിടെ നിന്ന് പുറപ്പെട്ടത് അടുക്കാറായി. ഏതാ പുറപ്പെട്ടെ? ന്യായവിധി. പെരുവെള്ളം അവിടെ നിന്ന് പോന്നു കഴിഞ്ഞു. ഇപ്പം എങ്ങെടുക്കും? ഇവനെ ഇതിൽ നിന്ന് നശിക്കാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും കുറിച്ചും അതാണ്. നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ
ആ തെറ്റിനുള്ള ശിക്ഷ അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അത് അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല. എന്നാൽ അത് അടുത്തു വന്ന് നമ്മളെ തൊടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നവനാണ് ദൈവം. എങ്ങനെ ഇവനെ ഈ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കും, എങ്ങനെ ഈ ആപത്തു നിന്ന് രക്ഷിക്കും എന്ന് ചിന്തിക്കാം. എന്നെക്കുറിച്ചുള്ള അതിൻ്റെ വിചാരങ്ങൾ എത്ര ഘനമായവ, ഞങ്ങൾ അവയെ വിവരിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. അത്ര സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മെ നടത്തുന്നത്. ഈ വാർത്തകളെല്ലാം കേട്ടിട്ടും മാനസാന്തരമില്ല. പക്ഷേ അവൻ്റെ അടുക്കൽ വന്ന് അവരുടെ ഉണർത്തി അവന് തെറ്റ് വെളിപ്പെട്ടു, അവൻ ഏറ്റു പറഞ്ഞു. ആ മനുഷ്യൻ ആരായാലും അവൻ മരണയോഗ്യനാണ്. ഞാൻ യഹോവയോട് തെറ്റ് ചെയ്തു. അവൻ്റെ തെറ്റ് മറയ്ക്കാതെ വെളിപ്പെടുത്തി. പ്രവാചകൻ പറഞ്ഞു, ദൈവം നിന്റെ കുറ്റം ക്ഷമിച്ചിരിക്കും. അപ്പോഴും വരാനുള്ളത് വന്നുകൊണ്ടിരിക്കുക. അവിടെ വരെയായി പോവരും സത്രം. ഇനി 2 വർഷമേ ഉള്ളൂ. 2 വർഷത്തോട് കഴിഞ്ഞാൽ വരുന്ന വരവെന്നറിയാമോ? അത്ര വലിയ ന്യായവിധിയാണ് വരാൻ പോകുന്നത്. ഏറ്റുപറഞ്ഞ് ക്രമീകരണം പ്രാപിച്ചു. ദൈവം അവൻ്റെ തെറ്റുകൾ ക്ഷമിച്ചു. ദൈവസന്നിധിയിലായി. ആ ന്യായവിധി വന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ന്യായവിധി വന്നു. എന്നാൽ അവനെ ഒന്നും ചെയ്യാൻ സാധിക്കും. അവനോട് എതിർത്തവരെല്ലാവരും അവിടെ വീഴുവാനിടയായി. ന്യായവിധി അവന്റെ മേൽ വന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് അതിൽ നിന്ന് തന്റെ ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ അന്നന്ന് പരിഹരിക്കപ്പെട്ടു പോയാൽ, അന്നന്ന് കർത്താവിൽ ഏറ്റുപറഞ്ഞു പോയാൽ ആ കുറ്റം കർത്താവ് ക്ഷമിക്കും. ക്ഷമിച്ച കുറ്റം പിന്നെ എവിടെ കാണില്ല, ഒരടയാളമായിട്ട് ഹൃദയത്തിൽ കാണുക. കർത്താവ് സ്തോത്രം. അവിടെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് എല്ലാത്തിടത്തോളം കാലം അവിടെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികളൊക്കെയും കർത്താവ് സ്തോത്രം. എന്നാൽ ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് പ്രധാനനാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഞാൻ യഹോവയോട് എൻ്റെ പാപങ്ങളെ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ തെറ്റുകൾ ക്ഷമിച്ചത്. ഇന്ന് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഹിതപ്രകാരം മുൻപോട്ട് പോകുമ്പോൾ ശത്രു എത്ര അന്വേഷിച്ചാലും നമ്മുടെ അകൃത്യമില്ലാതെ വരത്തക്കവണ്ണം കർത്താവ് നമ്മുടെ കുറ്റങ്ങൾ മറയ്ക്കട്ടെ. കർത്താവ് നമ്മുടെ പാപങ്ങൾ മറച്ചു കളയട്ടെ. നാം മറയ്ക്കരുത്. നമ്മുടെ തെറ്റുകൾ സ്വയനീതിയിൽ നമ്മൾ മറയ്ക്കാൻ പാടില്ല. നമ്മുടെ തെറ്റുകൾ എപ്പോഴും കർത്താവിന് മുമ്പാകെ ഏറ്റുപറഞ്ഞ് നമ്മുടെ കുറവുകൾ, നമുക്ക് സ്വയനീതീകരണമില്ല, നമ്മുടെ തെറ്റുകൾ സദാസമയം ദൈവത്തിന് മുമ്പാകെ ഏറ്റുപറഞ്ഞ് ക്രമീകരണം പ്രാപിച്ച് കർത്താവിനാൽ ക്ഷമയും വിടുതലും പ്രാപിച്ച് നമ്മൾ കുറ്റമറ്റവരായി വരുന്ന ഒരു ന്യായവിധിയിലും നമ്മൾ അകപ്പെട്ടു പോകാതെ വണ്ണം, ഒരു ന്യായവിധിയും നമ്മെ തൊടാതെ വണ്ണം കർത്താവിന്റെ ഉള്ളങ്കരങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടവരായി മുൻപോട്ട് പോകുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിലായിരിക്കാം. യേശു എന്നടിസ്ഥാനം ആശയവനിതത്രേ, യേശു എന്നടിസ്ഥാനം